അവൻ മനസ്സ് തൊടുന്ന സമയത്ത് 24 മണിക്കൂർ അവനക്ക് സമാധാനം ഉണ്ടാവും. ഒരുത്തനും പൂട്ടാൻ പാടില്ല, ഒരു ബിസിനസ്സുകാരും പൂട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഓരോ ജില്ലയിലേക്ക് അല്ലെങ്കിൽ ഓരോ സിറ്റിയിലേക്ക് അവരവരുടെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ ഒരുപാട് കാര്യത്തിൽ മനസ്സിലായി, ഓരോ ജില്ലയെക്കുറിച്ചും പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് പറയും. കാരണം ചില ആളുകൾ പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റ് പോയിട്ട് ഒരുപാട് ജില്ലയിലേക്ക് എക്സ്പാൻഷൻ നടത്തി ബുദ്ധിമുട്ടാവാറുണ്ട്. ചില ആൾക്കാർ മടിച്ച് നിൽക്കും, പോണോ പോണ്ടേ അല്ലേ, എക്സ്പാൻഷൻ ചെയ്യാനുള്ള ടൈമായിട്ടും പോകാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയെക്കുറിച്ചും എങ്ങനെ എക്സ്പാൻഷൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും കൂടെ സാറൊന്ന് പറയും. അല്ല, അതിന് ബേസിക് എന്താണെന്നറിയോ ദീപക്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, എന്താണ് നീ ബിസിനസ്സിനോട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതൊരു പാഷനായിട്ട് നീ അത് കൊണ്ടു നടക്കുന്നതാണോ, അല്ലെങ്കിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നതാണോ? മനസ്സിലായത്? രണ്ടാണ്. അപ്പം നമ്മളെ പ്രോഡക്റ്റ് നിർബന്ധിച്ചിട്ട് അത് വിൽക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വിജയിക്കും പറ്റുള്ളൂ. പലരും ചിന്ത അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് എങ്ങനെ വിൽക്കാന്നുള്ളതാണ്. അങ്ങനെ ബിസിനസ് തുടങ്ങിയത് അത് മുന്നോട്ട് പോകില്ല. നേരെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക, മറ്റേ പ്രോഡക്റ്റിനെ കാട്ടിയും എങ്ങനെയായിരിക്കും അത് സർവീസ് ഉണ്ടാവും, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും. അപ്പം അവർക്കൊരു സൊല്യൂഷൻ ആവുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റും സർവീസും ആണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം ചിലവർക്ക് ഈ ബേസിക് തന്നെ അറിയാൻ സാധിക്കാത്ത രീതിയിലാണ് പോകുന്നത്. ആരോ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, ഞാനും ബ്രാഞ്ച് തുടങ്ങാട്ട് പോയിട്ട് ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്ററെ കൊണ്ടുവന്ന് അത് ചെയ്യുന്നുണ്ട്. എനിക്ക് പേരും പ്രസക്തി വേണം, അതുകൊണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് എൻ്റെ പ്രോഡക്റ്റ് എന്താണ്, എൻ്റെ സർവീസ് എന്താണ്, നമ്മൾ ഏത് ഇതിലാണ് വരുന്നത്, എനിക്ക് എത്ര സ്റ്റാഫ് ഉണ്ട്, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം നമ്മൾ ആലോചിക്കണം, ഇത് അടുത്ത ജില്ലയിൽ ഈ പ്രോഡക്റ്റിന്റെ ആവശ്യമുണ്ടോ, ഇത് മൂവ് ചെയ്യോ, അടുത്ത സ്റ്റേറ്റിൽ ഇതൊക്കെ പോകാൻ പറ്റുമോ, എന്നെ പോകണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ മുകളിൽ എന്ത് മാറ്റം വരുത്തണം, അതിന്റെ കവറിന്റെ മുകളിൽ എന്ത് മാറ്റം വരുത്തണം, ബ്രാൻഡിങ്ങിന്റെ മുകളിൽ എന്ത് മാറ്റം വരുത്തണം, ഇത് എനിക്ക് ഒന്നും അറിയില്ല, അങ്ങനെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യണം, ആരെ കോൺടാക്ട് ചെയ്യണം, എൻ്റെ ഓഡിറ്റേഴ്സ് അല്ല എൻ്റെ കമ്പനി സെക്രട്ടറി എത്ര പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ വേണ്ടി വരും, സ്റ്റാഫ് ഏത് രീതിയിലുള്ള സ്റ്റാഫായിരിക്കും വേണ്ടി വരിക. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കൾച്ചർ മനസ്സിലാക്കിയിട്ട് പ്രോഡക്റ്റും സർവീസും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കും. അല്ലാതെ വശം നിങ്ങൾക്കൊരു കാര്യം അറിയാതെ ഒരു എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അപ്പം അതിനൊരു ആൻസർ കിട്ടും, അതൊരു പേപ്പറിൽ എഴുതുക, ഒരു 10-20 ആൻസർ കിട്ടും. ആ 20 ആൻസറിനോട് പിന്നെ ചോദിക്കുക, ഇതന്നെയാണോ എന്നുള്ളത്. മേ ബി 1-2 മാസം കഴിയുമ്പം ആ 20-ൽ 1 തിരിച്ചു വരും. അതിന്റെ മുകളിൽ ഒരു 10 ദിവസം ഇരിക്കുക, അതന്നെയാണോ ശരിയാ, അത് നിങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ആൻസർ. ആ ആൻസറിന്റെ മുകളിൽ വെച്ചാൽ ലോകം നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് അവർക്ക് പറ്റൂല, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സാറ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ വളരെ അടുത്തു നല്ലൊരു ലെവൽ പോകുന്നില്ല. അപ്പോൾ സാർ ഒരു പ്രാവശ്യം എന്നെ തിരുത്തി തന്നിട്ട് സാറ്, അതായത് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ സാറോട് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം സാറേ എന്ന്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് പറഞ്ഞതാണ് ദീപക് ട്രൈ എന്നുള്ളൊരു വാക്ക്, ഇങ്ങനെ തന്നെ സാറ് പറഞ്ഞത്, ദീപക് ട്രൈ എന്നുള്ള വാക്കില്ല, അതിൻ്റെ ഒരു കാര്യം സാറ് പറയും, ആ ഒരു എക്സ്പീരിയൻസ് അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ സാറ് പറഞ്ഞത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് ചില 1-2 വാക്കുകളെ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കുറേ ബുക്കുകൾ വായിക്കുക, അതെല്ലാം നല്ലതാണ്, ആഡഡ് ആണ്. ബട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് കാര്യം, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ആദ്യം വേണ്ടത് ഒരു പോസിറ്റീവ് സംഘർഷമില്ലാത്തൊരു മനസ്സ്. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്ന് വെച്ചാൽ അവൻ മനസ്സ് തൊടുന്ന സമയത്ത് 24 മണിക്കൂർ അവനക്ക് സമാധാനം ഉണ്ടോ, ഇവിടെ തൊടുന്ന സമാധാനം ഉണ്ടോ, സംഘർഷമില്ലാത്തൊരു ജീവിതം ഉണ്ടോ, അവനാണ് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നത്. കോടികൾ ഉണ്ടാക്കിയതുകൊണ്ടോ കൂലിപ്പണിക്കാരനായതുകൊണ്ടോ എന്ത് പൊസിഷൻ എടുത്തോണ്ടോ ഒരു കാര്യമില്ല. ഇത് തൊടുന്ന സമയത്ത് ഉറക്കമുണ്ടോ, എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലായി, എല്ലാവർക്കും സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടോ, നീ ആഗ്രഹിച്ച പോലെ നീ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, ഇവിടെ തൊടുന്ന സമാധാനം. അതാണ് എക്സാക്ട്ലി ജീവിതം എന്ന് പറയുന്നത്. ഇന്നത് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ശരീരത്തെ മാറ്റിയാൽ ജീവിതം വളരെ മുന്നോട്ട് പോകും. നമ്മൾ വേണ്ടാത്ത കുറേ സാധനങ്ങൾ കയ്യിൽ പിടിച്ചു വെക്കും, മനസ്സിലായില്ലേ, ആ പിടിച്ചു വെക്കുമ്പോൾ അവൻ്റെ ഗ്രോത്ത് മൈനസ് ആവില്ല, വലിയ ഗ്രോത്ത് ഉണ്ടാവും, മനസ്സിലായി. അതിലാണ് ട്രൈ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഒന്നില്ല, മനസ്സിലായില്ലേ. ഞാൻ പറയാം, നിങ്ങൾ ആൻസർ കണ്ടെത്തി, വൈന് ആൻസർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ട്രൈ ഇല്ല, അത് നടപ്പിലാക്കിയത് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് BNA തുടങ്ങാൻ പറ്റൂല. ഞാൻ ഒരു ഡോക്ടറായി നിന്ന് ഞാൻ ഇന്ന് ബിസിനസ്സുകാരുടെ മുമ്പിൽ കമേഴ്ഷ്യലായിട്ട്
ടാക്സിന്റെ കാര്യങ്ങൾ ബാക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന് എങ്ങനെയാ പറ്റുക? പറ്റില്ലേ? എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ എന്നും BNA വളർത്തിയിരിക്കും, വിജയിച്ചിരിക്കും, സമൂഹം മാറിയിരിക്കും, മാറ്റിയെടുത്തിരിക്കും, കോടിക്കണക്കിന് രൂപ റവന്യൂ ഗവൺമെന്റ് അടക്കുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കും. നാളെ ഈ സംസ്ഥാനം മൊത്തം പറയും ഇത് മാറാനുള്ള കാരണം BNA. അതുവരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അത് വിജയിച്ചേ അടങ്ങുള്ളൂ. ആ ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതല്ലാതെ വേറെ മാർഗം ഇന്നില്ല. അപ്പോൾ ഓരോ കച്ചവടക്കാരനും BNA ഉൾക്കൊള്ളണം, പഠിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിച്ച ഓരോ കച്ചവടക്കാരനും വിജയിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത പീടിയാണെങ്കിൽ പോലും യാത്ര സമയത്ത് അത് പൂട്ടി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇത് തുടങ്ങിയിട്ട് പൂട്ടി, ഒരുത്തനും പൂട്ടാൻ പാടില്ല, ഒരു ബിസിനസ്സുകാരും പൂട്ടാൻ പാടില്ല. കാരണം ആ ബിസിനസ് അവൻ പൂട്ടുന്ന സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. വരുമാനം, നമ്മളെ കമേഴ്ഷ്യൽ പൈസ മൂവ്മെന്റ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, ഒരു കുടുംബം നഷ്ടപ്പെടുന്നുണ്ട്, ഒരു ജോലി നഷ്ടപ്പെടുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് അവിടെ മിസ്സാവുന്നുണ്ട്. ഒരു പ്രസ്ഥാനം, ഒരു ഷോപ്പും പൂട്ടാൻ പാടില്ല. ഷോപ്പുകൾ കൂടിക്കൊണ്ടേയിരിക്കണം. ഇത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.